പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കനകമണികൾ ഈ കഥ കേൾക്കൂ. പച്ചാലുംമൂട് ഗ്രാമം ഒരു കാലത്ത് പച്ചക്കറികളാലും വിളവുകളാലും നിറഞ്ഞതായിരുന്നു. പക്ഷേ കുറേ നാളായി കൃഷി കുറയുകയും വരവ് പച്ചക്കറികൾ ധാരാളമായി ഉപയോഗിക്കേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ടാവണം കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് രോഗവും ക്ഷീണവും വരികയുണ്ടായി. എന്താണിങ്ങനെ? രക്ഷിതാക്കൾ ആശങ്കപ്പെട്ടു. ആ ഗ്രാമത്തിലെ ഉണ്ണിക്കുട്ടൻ എന്ന ബാലൻ ഒരു ദിവസം ടീച്ചർ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടു. കുട്ടികളെ, നമ്മുടെ ശരീരത്തിന് ശക്തി തരുന്നത് നല്ല ഭക്ഷണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പയറുവർഗ്ഗങ്ങളാണ്. ഉണ്ണിക്കുട്ടൻ കൗതുകത്തോടെ ചോദിച്ചു, ടീച്ചറെ, പയറിന് ഇത്ര പ്രാധാന്യമുണ്ടോ? ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ മോനെ, പയർ പാവപ്പെട്ടവരുടെ മാംസമാണ്. അതിൽ പ്രോട്ടീനും ഇരുമ്പും നാരുകളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പയർ കൃഷി മണ്ണിനും നല്ലതാണ്. അന്ന് വീട്ടിലെത്തിയ ഉണ്ണി മുത്തശ്ശിയോട് ചോദിച്ചു, പയറിനെ കുറിച്ച് മുത്തശ്ശിക്ക് എന്തെങ്കിലും അറിയാമോ? മുത്തശ്ശി അവനെയും കൂട്ടി പിന്നാമ്പുറത്തേക്ക് പോയി. അവിടെ ചെറിയൊരു പയറുതൈ. ഇത് നോക്കൂ കുട്ടാ, മുത്തശ്ശി പറഞ്ഞു. ഈ പയർ നമ്മളെ മാത്രമല്ല മണ്ണിനെയും പോഷിപ്പിക്കുന്നു, മണ്ണിൻ്റെ ശക്തി കൂട്ടുന്നു. ഈ പയറുമണികൾ നാളെ ഏവർക്കും ഗുണകരമാകുന്ന കനകമണികളാണ്. അടുത്ത ദിവസം ഉണ്ണിക്കുട്ടൻ അധ്യാപകരുടെ അനുവാദത്തോടെ കൂട്ടുകാരുമായി ചേർന്ന് സ്കൂളിൽ ഒരു പയറുതോട്ടം ആരംഭിച്ചു. വെള്ളപ്പയർ, ചുവന്ന പയർ, കടല എല്ലാം അവൻ നട്ടു. അവരുടെ നന്മ കൊണ്ടാണോ എന്തോ വേനൽക്കാലമായിരുന്നിട്ട് കൂടി നല്ല മഴ പെയ്തു. കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിച്ചു. സൂര്യൻ പുഞ്ചിരിച്ചു. പയറുതൈകൾ വളർന്നു. അവരെല്ലാം അവരവരുടെ വീടുകളിലും സമീപ പ്രദേശങ്ങളിലും ധാരാളമായി പയർ കൃഷി ആരംഭിച്ചു. അവർക്കെല്ലാം മികച്ച വിളവും ലഭിച്ചു. പയറിനോടൊപ്പം മറ്റു ചില പച്ചക്കറികളും അവർ കൃഷി ചെയ്തു. കുറച്ചു മാസങ്ങൾക്കകം ഗ്രാമം മാറി. കുട്ടികൾക്ക് ആരോഗ്യവും ഊർജവും കൂടി. വീടിനുള്ളിൽ പയർ വിഭവങ്ങൾ ധാരാളമായി ഉണ്ടാക്കാൻ തുടങ്ങി. മണ്ണ് കൂടുതൽ ഫലപുഷ്ടിയുള്ളതായി. ഗ്രാമം വീണ്ടും പച്ചയായി. ഗ്രാമത്തിലെ മുതിർന്ന ഒരംഗം പറഞ്ഞു, അലസത വെടിഞ്ഞ് കുട്ടികൾ നമ്മെ പലതും പഠിപ്പിച്ചു. പയർ നടാം, മണ്ണിനും നാടിനും വേണ്ടി. ഉണ്ണിക്കുട്ടൻ ചിരിച്ചു. അവൻ്റെ ചെറിയ കൈകൾ തുടക്കം കുറിച്ചത് നാടിൻ്റെ സുസ്ഥിരമായ ഭാവിയുടെ തുടക്കമായിരുന്നു. പയർവർഗ്ഗങ്ങൾ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും പരിസ്ഥിതിക്കും അനിവാര്യമാണ്. ചെറിയ വിത്തുകൾ വലിയ മാറ്റം സൃഷ്ടിക്കുന്നു. ഗ്രാമമുഖ്യൻ എല്ലാവരോടുമായി പറഞ്ഞു. അത് കേട്ട് കുഞ്ഞുങ്ങളും മുതിർന്നവരും സന്തോഷിച്ചു.